ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം സർക്കാർ നടപ്പാക്കിയതോടെ സംസ്ഥാനത്തെ പൊതുനിരത്തുകൾ ഫ്ലക്സ് വിമുക്തം. 18-നകം പൊതുനിരത്തുകളിൽ നിന്ന് ഫ്ലക്സ് നീക്കമെന്ന സർക്കാർ നിർദ്ദേശം ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും കൃത്യമായി നടപ്പാക്കി. തുടക്കത്തിലെ ആവേശത്തിനപ്പുറം ഈ തുടക്കം നിലനിർത്താനും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പുതിയൊരു മാതൃകയാകും. ഇന്നലെ വൈകിട്ട് വരെയായിരുന്നു തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സർക്കാർ അനുവദിച്ച സമയം. തലസ്ഥാന നഗരത്തിലടക്കം പൊതുനിരത്തുകളിലെ ഫ്ലക്സ് നീക്കം കൃത്യമായി നടപ്പിലായി. ഹൈക്കോടതിയുടെ വിരട്ടൽ തിരുവനന്തപുരം നഗരത്തെങ്കിലും ഏറ്റുമെന്ന് പറയണം. AG's ഓഫീസിന്റെ മതിൽ, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ള ഈ ഭാഗത്താണ് ഏറ്റവും അധികം ഫ്ലക്സ് ബോർഡുകൾ സാധാരണ ഉണ്ടാകാറുള്ളത്. രാജഭരണകാലത്തെ ബ്രിട്ടീഷ് ഭരണകാലത്തേക്കുള്ള മനോഹരമായ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഈ ഭാഗം ഇപ്പോഴാണ് എത്രയോ മാസങ്ങൾക്ക് ശേഷം പക്ഷേ ഇവിടെ നിന്നാൽ നമുക്ക് കാണാനാകുന്നത്. ഫ്ലക്സ് ബോർഡുകളുടെ അതിപ്രസരം മൂലം ഏറ്റവും പൊറുതിമുട്ടിയ നഗരമാണ് തിരുവനന്തപുരം. എന്തിനും ഏതിനും ഫ്ലക്സ് ബോർഡുകൾ. നഗരത്തിന്റെ പ്രധാന ഇടങ്ങളെല്ലാം ഫ്ലക്സ് വിമുക്തമായി. സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് നഗരമേഖലകളിലും ഇത് വ്യത്യസ്ത കാഴ്ചയാണ്. പൊതു ഇടത്തു നിന്നും നീക്കിയ ഫ്ലക്സുകൾ ഇനി എങ്ങനെ സംസ്കരിക്കുമെന്നതായിരിക്കും വെല്ലുവിളി. ഈ ഒരു ഉത്തരവ് അത് ഭൂരിഭാഗം നടപ്പായി എന്നാണ് കൊച്ചി കോർപ്പറേഷൻ റവന്യൂ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഫ്ലെക്സുകളും അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകളും ബാനറുകളും എല്ലാം ഒരുവിധം എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നീക്കം ചെയ്യുന്ന ബോർഡുകളുടെ എണ്ണവും ഈടാക്കിയ പിഴത്തുകയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും ക്രോഡീകരിക്കാൻ സോണൽ ഓഫീസർക്കും ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരുകയും ചെയ്യും. പാലക്കാടിന്റെ നഗരമേഖലകളിലും ഫ്ലക്സ് പൂർണ്ണമായി നീക്കം ചെയ്തു. സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ നടപടി നേരിടേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മലപ്പുറം നഗരസഭയിലെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇപ്രകാരമാണ്. ഇത്തരത്തിൽ പാതയോരങ്ങളിലുള്ള എല്ലാ ബോർഡുകളും നഗരസഭ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയമായ മാനാഞ്ചിറ സ്ക്വയറിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒറ്റ ഫ്ലെക്സ് പോലും കാണാനില്ല എന്നതാണ് വാസ്തവം. ഇവിടെ നിരന്ന് ഫ്ലെക്സുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഒറ്റ ഫ്ലെക്സ് പോലും നമ്മൾ ഈ കാഴ്ചയിൽ ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ കാണാൻ കഴിയുന്നില്ല. ഹൈക്കോടതിയുടെ തുടർച്ചയായ ഇടപെടലാണ് പൊതുനിരത്തുകളിലെ ഫ്ലക്സ് നീക്കലിന് വഴിയൊരുക്കിയത്. ചില ഇടങ്ങളിലുണ്ടായ പാളിച്ചകൾ ഒഴിവാക്കിയാൽ സർക്കാരും നിർദ്ദേശം കൃത്യമായി നടപ്പിലാക്കി. ന്യൂസ് ബ്യൂറോ, ന്യൂസ് 18.